നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 4 മണി ചായക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു പലഹാരം ഉണ്ടാക്കണം കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരുള്ള കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് 4 മണി ചായ വിശക്കൂലോ. അപ്പോൾ അതിനെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാം. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത്തിരി അരിപ്പൊടിയും ഒരു നാളികേരം ഉണ്ടായാൽ കാര്യം കഴിഞ്ഞു. നോക്കൂ കേട്ടോ. ഈ ഒരു എളുപ്പ പലഹാരം ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ചെയ്യണതാട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് പൗഡർ അരിപ്പൊടിയാണ് കേട്ടോ. പൊൻകതിരിൻ്റെ അരിപ്പൊടി. അതിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് ഉപ്പ് മാത്രം കേട്ടോ, ഉപ്പും മാത്രം കൂട്ടി ചൂടുള്ള വെള്ളത്തിൽ അങ്ങോട്ട് കുഴച്ചു. കണ്ടോ, വേറൊന്നും ചേർക്കണ്ട. വേണമെങ്കിൽ നെയ്യ് ചേർക്കാമെന്നൊക്കെ പറഞ്ഞു. വേണ്ട, നെയ്യൊന്നും ചേർക്കണില്ല, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വലിയ ഗ്ലാസ്സിന് എടുത്തേക്കണേ, ഞാൻ ഒരു 10 ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണത് കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓൺലി ഉപ്പ്, പിന്നെ ചൂടുള്ള വെള്ളത്തിൽ അങ്ങോട്ട് കുഴയ്ക്കുക. അപ്പോൾ നല്ല മയം ഉണ്ടാവും. കണ്ടോ, ഉരുട്ടിയിട്ട് ഇതാ ഇലയിൽ ജയശ്രീ ഇല കൊണ്ടുവന്നുണ്ട്. 10-12 ഇല കൊണ്ടുവന്നുണ്ട്. ഞാൻ 10 ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ ഇലയിലേക്ക് അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ഇടുക. നന്നായിട്ട് ജയശ്രീ പരത്തി. അപ്പോൾ ആദ്യത്തെ 2 അട നാളികേരം മാത്രമേ വെക്കുന്നുള്ളൂ, ശർക്കര മധുരം ഇടുന്നില്ല. ആദ്യത്തെ 2 അത് നമ്മുടെ ദോശത്തട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇടാണ്. ദോശത്തട്ട് എന്ന് വെച്ചാൽ ഇത് പഴയ ഹിന്ദാലയത്തിൻ്റെ ഒരു ദോശത്തട്ടാണ്, അതാണ് ഇടുന്നത്. 2 ഇട്ടുകൂടും. അതിൽ മധുരമില്ലാത്തതാണ്. ഇനി മധുരം ഉള്ളതാണ് നമുക്ക് ഈ അടുത്തത് ഉണ്ടാക്കേണ്ടത്. കുട്ടികൾക്കാകുമ്പോൾ മധുരം വേണമല്ലോ, അല്ലെങ്കിൽ അവർ സമ്മതിക്കുകയില്ല. അപ്പോൾ പരത്തിക്കോളൂ കേട്ടോ. നമുക്ക് നാളികേരത്തിൽ കുറച്ച് പഞ്ചസാര ഇടാം കേട്ടോ. ശർക്കര വേണമെങ്കിൽ ഇടാം, പാവാക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ എളുപ്പം പണി കഴിയാനുള്ള പാർക്കം പഞ്ചസാര ഇടാണ്. ആ പഞ്ചസാര ഇട്ടു. നാളികേരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര 2 ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. മധുരം വേണ്ടേ. എന്നിട്ട് അടയുടെ പകുതി ഭാഗം വെച്ചാൽ മതി, മുഴുവൻ വെക്കേണ്ട ആവശ്യമില്ല. പകുതി ഭാഗം വെച്ചിട്ട് മടക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതെത്തും. അടച്ചു. കറക്റ്റായിട്ട് അടഞ്ഞു. മധുരമില്ലാത്ത അട റെഡിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിങ്ങനെ മറച്ചിടുമ്പോഴേ ഇല കരിഞ്ഞുണ്ടായിരിക്കും, എന്നാൽ ഇല അതിമൊന്ന് വിട്ടിട്ടുണ്ടാവും. കണ്ടോ, അതാണ് അതിൻ്റെ ഒരു പാകം. കുറേ നേരമായാൽ ഹാർഡാവും. കണ്ടോ, ഇത്തിരി ഹാർഡായി തോന്നുന്നുണ്ട് കേട്ടോ. വേഗം എടുക്കാം. നല്ല ചൂടാ. ഹിന്ദാലയത്തിൻ്റെ ദോശത്തട്ടാണേ ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ വാങ്ങിയിട്ട് അത് ശരിയാവണില്ല. ഇത് മധുരമുള്ളതാണ് കേട്ടോ. ഇനിയുള്ളതൊക്കെ മധുരമുള്ളതാണ്. പുട്ട് അട, ഇഡ്ഡലി ദോശ ഇതായിരുന്നു പണ്ടത്തെ പലഹാരങ്ങൾ. ഞാൻ എന്നും ടീച്ചറെ ഓർക്കും. ആരാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എൻ്റെ മുമ്പത്തെ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ പറയാൻ കിട്ടും. ഞാനിത് മുൻപുണ്ടാക്കി ഒരിക്കൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. മധുരം ഇങ്ങനെ ഇട്ടാൽ മതി. എല്ലാ കുട്ടികൾക്കും ഇഷ്ടാവും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇഷ്ടവും. വിശപ്പ് മാറും നന്നായിട്ട്. പിന്നെ ഈ ഷുഗറുകാർക്കൊക്കെയാണ് അവർക്കാണ് ഈ ശർക്കരയോ മധുരം വയ്ക്കാൻ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതാ പരത്തുക, നാളികേരം വയ്ക്കുക, മടക്കുക, അതിനുള്ളിലേക്ക് വയ്ക്കുക. അടുത്ത് പരത്തുമ്പോഴേക്കും ഇത് രണ്ടും എടുക്കാറായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ 10 തയ്യാറാക്കി വെച്ചിരിക്കുക കേട്ടോ. റെഡിയായിട്ട്. എന്ത് എളുപ്പമല്ലേ. കണ്ടോ, വെക്കട്ടേന്ന് പറഞ്ഞ് ചെയ്യാം. അപ്പോൾ എന്താ വേണ്ടത്? ഒരു ഗ്ലാസ് അരിപ്പൊടി എന്ന് വെച്ചാൽ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഇടണം കേട്ടോ. അതായത് അപ്പത്തിന്, ഇടിയപ്പത്തിന് ഒക്കെയുള്ള അരിപ്പൊടി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. നമ്മൾ പൊടിക്കുകയാണെങ്കിൽ നൈസായിട്ട് പൊടിക്കും വേണം. അപ്പോൾ ഇപ്പം ഒരാൾ എടുക്കാൻ വന്നു കേട്ടോ, എടുത്തു. ഇപ്പോൾ ചായ ഉണ്ടാക്കി, അടയുണ്ടാക്കി, എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി എല്ലാവരും വന്നോളൂ കഴിക്കാനായിട്ട്. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ.
ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.